നമ്മളിൽ പലരും ലൈഫിൽ ചില പോയിന്റ് എത്തുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളങ്ങ് സെറ്റിലായി പോകാറുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാറുണ്ട്. ചിലർ പരാജയങ്ങളിൽ നിന്ന് പോകുന്നു, മറ്റു ചിലർ വിജയങ്ങളിൽ നിന്ന് പോകുന്നു. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ശ്രമിച്ചിട്ട് അതിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ മുന്നോട്ട് അത് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ പലപ്പോഴും നമ്മൾ ആ പരാജയത്തിൽ നിന്ന് പോകാറുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ചെയ്ത എന്തെങ്കിലും ഒരു വർക്കിൽ വൻ വിജയം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ വിജയത്തിൻ്റെ ആഘോഷത്തിൽ ബാക്കിയുള്ളതിനെക്കുറിച്ച് എല്ലാം മറന്നിട്ട് മൊത്തത്തിൽ ആ വിജയത്തിൽ തന്നെ അങ്ങ് നിന്ന് പോവാറുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വളരെ രസകരമായ ഒരു കാര്യമാണ് എന്നെക്കുറിച്ച് ഈ ഒരു സംഭവം ചിന്തിപ്പിച്ചത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, AKA ഹംബിൾ മ്യൂസീഷ്യൻ ആണ് കൂടെയുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഓപ്പണിംഗ് ഇന്നത്തെ എപ്പിസോഡും. താങ്കൾ കഴിഞ്ഞ എപ്പിസോഡെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് കേൾക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഡെയിലി പുതിയ എപ്പിസോഡ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്താലോ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടുകൊണ്ട്. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴേ, നീരുക്കുൾ മൂழ்கிடும் താമരേ, சட்டென்று மாறுது வானிலை, பெண்ணே உன்மேற்பிழை, ஓ நில்லாமல் வீசிடும் பேரலை, நெஞ்சுக்குள் நீந்திடும் தாரகை, பொன்வண்ணம் சூடிய காரிகை, பெண்ணே நீ காஞ்சனை, ஓ சாந்தி சாந்தி, ஓ சாந்தி, என் உயிரை உயிரை நீ ஏந்தி, ஏன் சென்றாய் சென்றாய் என்னை தாண்டி, இனி நீ தான் இந்த நந்தாதி. ஓ ஓ ஓ ഓ വാ, ഒരു ഹാരിസ് ജയരാജ് മാജിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. സൂര്യ അഭിനയിച്ച വാരണമായിരം എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയിലെ പാട്ട്. ഞാനൊക്കെ ശരിക്കും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെയാണ് ഈ പടം റിലീസായത്. അന്ന് ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കൊരു വേറെ ലെവല് ഇമ്പാക്റ്റ് ആയിരുന്നു. അതായത് അന്ന് നമ്മളൊക്കെ ടീനേജ് പ്രായമാണ്. ആ ടീനേജ് മനസ്സിലേക്ക് പ്രണയത്തിൻ്റെ മുട്ടുകളൊക്കെ ഇട്ട് തന്ന ഒരു പാട്ടും സിനിമയൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അന്ന് നമ്മളിങ്ങനെ ട്രെയിൻ യാത്രകളൊക്കെ പോകുമ്പോൾ പ്രതീക്ഷിക്കുമായിരുന്നു നമ്മളുടെ ഓപ്പോസിറ്റ് സമീറ റെഡ്ഡിയെ പോലൊരു നല്ലൊരു പെൺകുട്ടി വന്നിരിക്കുമെന്ന് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ, പക്ഷേ ആരും ഇതുവരെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അതൊക്കെ ആലോചിച്ച് കൂടുതൽ വിഷമങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പഴയ ഒരു ഹിറ്റ് ക്യാമ്പസ് സിനിമയുണ്ട് ക്ലാസ്മേറ്റ്സ്. പലർക്കും അറിയായിരിക്കും. അതും ഞാനത് അന്ന് വളരെ ചെറുപ്പമാണ്, എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിൽ എന്താ പഠിക്കണം ക്ലാസ്മേറ്റ്സ് റിലീസാകുമ്പോൾ. ആൻഡ് ഇൻ കേസ് ഇത് കേൾക്കുന്ന താങ്കൾ ക്ലാസ്മേറ്റ്സ് കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കേണ്ട ഒരു പടമുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഒരു ബെസ്റ്റ് ക്യാമ്പസ് മൂവി, ആർഗ്യുബിളി ദ ബെസ്റ്റ് ക്യാമ്പസ് മൂവി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മൂവിയാണ്. ലാൽ ജോസ് സാർ സംവിധാനം ചെയ്തിട്ടുള്ള കിടിലൻ മൂവി. അപ്പോൾ ഞാൻ ഈ സക്സസ്സിലും ഫെയിലിയറിലും നമ്മൾ ലാൻഡ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത് ആക്ച്വലി പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. അതായത് അദ്ദേഹം പറഞ്ഞത് അന്ന് ക്ലാസ്മേറ്റ്സ് ഹിറ്റായ സമയത്ത് ഇതിൻ്റെ വിജയാഘോഷം ഭയങ്കര വലുതായിരുന്നു. അതായത് ഈ ക്ലാസ്മേറ്റ്സ് ടീമിനെ പല സ്ഥലത്തേക്കും പല ആൾക്കാരെ ക്ഷണിക്കുക, അവിടെ വിജയാഘോഷം. അതായത് ക്ലാസ്മേറ്റ്സ് ഇറങ്ങി കഴിഞ്ഞിട്ട് ദുബായിൽ ഇതിൻ്റെ ഒരു സക്സസ് മീറ്റ് പോലെ നടത്തി. അവർ അവിടെ പോയി കുറച്ച് 2-3 ദിവസം ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു, തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു വിളി വരികയാണ്, നമ്മൾ ക്ലാസ്മേറ്റ്സ് കണ്ടിട്ട് കുറേ ആൾക്കാർ പഴയ പോലെ റീയൂണിയൻ പോലെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടെന്ന് വരണം. അങ്ങനെ അവർ അമേരിക്കയിൽ പോയി അടിച്ചു പൊളിക്കുന്നത്. ഇങ്ങനെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പൃഥ്വിരാജ് പറഞ്ഞ അവർ ശ്രദ്ധിക്കുന്നത്. അതായത് ഏകദേശം 3-4 മാസമായി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴും ഈ വിജയാഘോഷങ്ങളൊന്നും
തീർന്നിട്ടില്ല. അപ്പോൾ നമുക്കങ്ങനെ സക്സസ്സിൽ തന്നെ നിന്ന് പോകാൻ ഭയങ്കര എളുപ്പമാണ് എന്ന് പുള്ളി അതിൽ പറയുന്നത് കേട്ടോ. അത് ഭയങ്കര ശരിയാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് എനിക്കും അങ്ങനെ പറ്റാറുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കോണ്ടൻറ്റ് ഒരു 1 മില്യനോ 2 മില്യനോ ഒക്കെ വ്യൂസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അടുത്തൊരു 3-4 ദിവസം ഒന്നും ചെയ്യാറില്ല. വെറുതെ അതൊക്കെ തന്നെ ഇങ്ങനെ നോക്കി അതിലെ കമൻസും ഇതൊക്കെ നോക്കി ആ വീഡിയോ തന്നെ പിന്നെ കണ്ട് പലർക്കും ആ സ്വഭാവമുണ്ട്. നമ്മളൊരു സ്റ്റോറി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറീനെ നമ്മൾ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, ഇന്ന് അതിനൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. എനിവേസ് ഞാനും അങ്ങനെ ഇരുന്ന് പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്നതിൽ നമ്മളിപ്പോൾ ഒരു വിജയം നമുക്ക് കിട്ടിയത് ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ബാക്കിയുള്ള ഇനി മുമ്പോട്ടുള്ള വർക്കിനെ അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് സക്സസ് ആയത് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവിടെ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നത് എൻ്റെ കൺസിസ്റ്റൻസിയാണ്. ബിക്കോസ് അടുത്ത 2 ദിവസം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് വേറെ പോസ്റ്റുകളൊന്നും പോകുന്നില്ല. അക്കൗണ്ട് മൊത്തത്തിൽ ശൂന്യമായി കിടക്കുകയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ക്ലാസ്മേറ്റ്സ് മൂവിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടുള്ളവർക്കായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടി റിലേറ്റ് ആവുക. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് രസകരമായിട്ടുള്ള ഫാക്ട്സ്, അധികമാർക്കും അറിയാത്ത ചില ഫാക്ട്സ് എനിക്ക് ഈ അടുത്ത് കിട്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്തായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്മേറ്റ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ ആദ്യം ചിത്രീകരിക്കാൻ ഇരുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ ഒരു എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ സിനിമ എടുക്കാനിരുന്നത്. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഡയറക്ടർ ലാൽ ജോസ് സാറിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പുള്ളിക്ക് തോന്നി ഇത് നാട്ടിലെ ഓഡിയൻസായിട്ട് അധികം കണക്റ്റ് ആവില്ല, ബിക്കോസ് ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ട്. അങ്ങനെ അതിനുശേഷം ഡയറക്ടർ ലാൽ ജോസും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ജെയിംസ് ആൽബർട്ടും കൂടി ഇരുന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയായിരുന്നു ഇത് നമുക്ക് നാട്ടിലെ ഒരു കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ ആ രീതിയിൽ ചിത്രീകരിച്ചെടുക്കാം എന്നുള്ളത്. പിന്നെ ഈ ഒരു മൂവിയിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. കാര്യം എല്ലാവരുടെയും റോള് ഭയങ്കര ആപ്റ്റായിട്ടാണ് നമുക്ക് ആ മൂവി കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം ലാൽ ജോസ് സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് 2 കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഒരെണ്ണം 1991 പിന്നെ 15 വർഷങ്ങൾക്ക് ശേഷം 2006 കഥയാണ്. അപ്പോൾ ഈ 2 കാലഘട്ടത്തിൽ ആ ചെറുപ്പവും പിന്നെ കുറച്ച് മെച്ചോർഡായിട്ടുള്ള ഇതും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ വേണമല്ലോ അവർ കാസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളുടെ നരേൻ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു റോൾ ആ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റോള് ആദ്യം ചെയ്യാനിരുന്നത് കുഞ്ചാക്കോ ബോബനാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഡേറ്റ് ക്ലാഷസ് ഉണ്ടോ അതോ ചാക്കോച്ചൻ ആ ടൈമിൽ എന്തോ മൂവിയിൽ നിന്ന് ബ്രേക്ക് എടുത്തിരുന്ന ഒരു സമയം എന്തോ ആയിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ നരേനാണ് ആ ഒരു റോൾ കിട്ടിയത്. ആൻഡ് പുള്ളി അത് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഈ മൂവിയിലെ പാട്ടുകളെക്കുറിച്ച് വളരെ എടുത്തു പറയേണ്ടതാണ്. കാര്യം എല്ലാം അടിപൊളി പാട്ടുകളായിരുന്നു. അക്കാലത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളായിരുന്നു. അതിൽ ഏറ്റവും ഹിറ്റായ പാട്ടാണ് എൻ്റെ ഖൽബിലെ പെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ ചേലുകാരാ. അന്ന് ഏതൊരു ചെറിയ കുട്ടിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഈ പാട്ടായിരുന്നു ആദ്യം പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി ആ സിനിമയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആദ്യം തീരുമാനിച്ചത് ഈ പാട്ടായിരുന്നില്ല. അത് എഴുതിയ വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ എന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്. അതായത് ചില്ല് ജാലകവാതിലിൻ തിരശീല നീങ്ങുമ്പോൾ എന്ന വരികളുള്ളൊരു പാട്ടാണ് അന്ന് എഴുതിയത്. അപ്പോൾ അത് ലാൽ ജോസ് സാറിനെ കേൾപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പാട്ട് കൊള്ളാം, പക്ഷേ കുറച്ചുകൂടി നമുക്ക് ടെമ്പോ കുറഞ്ഞ ഒരു ടൈപ്പ് സാധനമാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചെയ്തതാണ് ഈ എൻ്റെ ഖൽബിലെ എന്ന പാട്ട്. അതിൽ വേറൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്, എൻ്റെ ഖൽബിലെ ഹൽവയാണ് നീ എന്നാണ് ആദ്യം എഴുതിയത്. അപ്പോൾ ആ ഒരു ലൈൻ വീണ്ടും ലാൽ ജോസ് സാർ കേട്ടോ പറഞ്ഞു അത്രയും പൈങ്കിളി ആവണ്ട, ബിക്കോസ് കാലഘട്ടം അതാണല്ലോ 90s ആണ്. അപ്പോൾ 90s കാലഘട്ടമായതുകൊണ്ട് തന്നെ കുറച്ച് കാവ്യാത്മകമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഖൽബിലെ വെണ്ണിലാവ് എന്ന് മാറ്റി എഴുതുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിലെ മറ്റൊരു കിടിലൻ റോള് ചെയ്ത ആളാണ് ഇന്ദ്രജിത്ത്. അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞത് കോട്ടയം CMS കോളേജിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോളേജ് അവധിയായിരുന്ന സമയത്ത്, അടച്ചിട്ടിരുന്ന സമയത്താണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ലാസ്റ്റ് ഷൂട്ട് തീരാൻ 12 ദിവസം എന്തോ ബാക്കിയുള്ളപ്പോൾ ആ ദിവസങ്ങൾ കംപ്ലീറ്റ് ഇവർ പകല് കോളേജിലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും, രാത്രി ഹോസ്റ്റലിലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും, വീണ്ടും പകൽ ഫുള്ള് കോളേജിൽ ഷൂട്ട്, രാത്രി ഹോസ്റ്റലിൽ ഷൂട്ട്. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പോലും കിട്ടിയിട്ടുള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് അവരൊക്കെ 25-26 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പോൾ
ആ സമയത്ത് അങ്ങനെ ഉറങ്ങാതെ ഷൂട്ട് ചെയ്തതിൻ്റെ രസകരമായിട്ടുള്ള മെമ്മറീസൊക്കെ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ ഷെയർ ചെയ്യുണ്ടായി. എന്തായാലും പടം ഒരു രക്ഷയില്ലാത്ത ഫീല് തന്ന ഒരു പടമാണ്. ഇപ്പോൾ കോളേജ് രാഷ്ട്രീയത്തെ പറ്റിയാണെങ്കിൽ കോളേജിലെ പ്രണയമായിക്കോട്ടെ, ഫ്രണ്ട്സ് തമ്മിലുള്ള വഴക്കുകളായിക്കോട്ടെ, കോൺഫ്ലിക്റ്റുകളായിക്കോട്ടെ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. വല്ലാതെ അതിൻ്റെ മെമ്മറീസിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എന്തായാലും ഇനിയും മലയാളത്തിൽ അതുപോലെയുള്ള കിടിലൻ ക്യാമ്പസ് ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിലാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു കമൻറ്റെങ്കിലും ഇടുക കേട്ടോ. എനിക്കറിയാം കുറച്ച് പേര് കേൾക്കുന്നുണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ സ്പോട്ടിഫൈയിലും കമൻറ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. കമൻറ്റ്സ് ഓണാക്കാനും ഓഫാക്കാനുള്ള ഓപ്ഷനൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓൾസോ സ്പോട്ടിഫൈയിൽ നമ്മുടെ പോഡ്കാസ്റ്റ് റേറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി നമ്മൾ ലാസ്റ്റ് ഒരു കോഡ് വെക്കുന്നുണ്ട്. നമ്മൾ മുന്നേ ഉള്ള പോഡ്കാസ്റ്റുകളിലൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ആക്ച്വലി വിട്ടുപോയതാണ് കഴിഞ്ഞ ആഴ്ചത്തെ കുറേ എപ്പിസോഡുകളിൽ. ബിക്കോസ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടിപൊളിയാണ്. നിങ്ങൾ എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലിസണറാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ കോഡ് എന്ന് പറയുന്നത് റീയൂണിയൻ. അതായത് ക്ലാസ്മേറ്റ്സ് ആണല്ലോ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. റീയൂണിയനിലാണ് അതിലെ കഥ അൺഫോൾഡ് ആവുന്നത്. അപ്പോൾ #റീയൂണിയൻ വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത സുഹൃത്തുക്കൾ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ വീണ്ടും നാളത്തെ പോഡ്കാസ്റ്റിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.